ഇന്നൊരു അപകട വാർത്തയോട് കൂടിയാണ് തുടങ്ങിയത്. രാവിലെ വെളുപ്പിനെ കൊല്ലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരു തീർത്ഥാടകൻ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട് ക്ഷേത്രത്തിലേക്ക് പോയ ബസ്സും കേരളത്തിലേക്ക് വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ബസ് ആറ്റിലേക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞു. അങ്ങനെയാണ് അത് ഗുരുതരമായ ഒരു അപകടമായി മാറുന്നത്. ആ വാർത്തയിലേക്ക് നമുക്ക് വരണം. അതിൻ്റെ അതിദയനീയമായ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരുന്ന വിഷ്വൽസൊക്കെയാണ്, ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് തൊഴുത ഭക്തന്മാർ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവിലേക്ക് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറിയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഏതാണ്ട് 25ഓളം ആളുകൾ അയ്യപ്പ ഭക്തന്മാർ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. അതായത് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറി ഈ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തോട്ടിലേക്ക് തെറിപ്പിച്ചേക്കുക. രാജ്കുമാറാണ് അവിടെ നിന്ന് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. രാജ്കുമാർ, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഇതിലേക്കൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെ? ഈ ആറ്റിൽ നിന്ന് വാഹനം പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയൊക്കെയാണ്? രാജ്കുമാറിലേക്ക് വരാം. ചില ടെലിഫോൺ കോൾ കട്ടായതാണ്. നമുക്ക് ഉടനെ തന്നെ രാജ്കുമാറിലേക്ക് വരാം. ആ അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിരാവിലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നതാണ് ഈ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഒന്നുകൂടി ചേർക്കപ്പെടുന്നു എന്ന ഒരു ദുഃഖവാർത്തയാണ്. അതിലൊരാൾ മരിച്ചു എന്നതും അതീവ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ കാണുമ്പോൾ എത്ര ഗുരുതരമായ ഒരു അപകടമാണ് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കാം. സ്പീഡ് ആണോ കാരണമായത്, അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നതൊന്നും ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. രാജ്കുമാർ ഉണ്ട്. രാജ്കുമാർ, ഇത് എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്? അതിരാവിലെയാണ്, രാത്രിയാണ്, ഇരുട്ടാണ്. സ്വാഭാവികമായും ആ സമയത്ത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും വളരെ പെട്ടെന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് മഴയുണ്ടെന്ന് പറയാനേ ആകില്ല. ഇവർ തമിഴ്നാട് സേലം സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്, ഏതാണ്ട് 30ഓളം പേർ അതിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം ആര്യങ്കാവ് ബസ് സ്റ്റാൻഡിനും സെയിൽ ടാക്സ് ഓഫീസിനും ആ ഒരു പരിസരത്ത് വെച്ച് എതിരെ ഇറങ്ങി വരികയായിരുന്ന ലോറി അതിവേഗതയിലായിരുന്നു നിയന്ത്രണം വിട്ട് ഈ ബസ്സിനെ ഇടിച്ച് വലതുഭാഗത്തുള്ള ലോറി കടന്നു വന്ന അതേ ഭാഗത്തെ വലതുഭാഗത്തുള്ള കൊക്കയിൽ, അതായത് ഒരു 30 അടി താഴ്ചയിലേക്ക് മറിച്ചിട്ടു എന്നുള്ളതാണ് ഈ നിലവിൽ ലഭിക്കുന്ന വിവരം. ആ വീഴ്ചയിൽ ഇതിൽ ഒരാൾ മരിച്ചു. സേലം സ്വദേശിയായ ധനപാലൻ മരിച്ചു. 3 പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റു. ഈ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഏതാണ്ട് 21ഓളം പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അവർക്ക് വളരെ നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് യാതൊരു ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അത് അല്പസമയത്തകം പ്രേക്ഷകർക്ക് നൽകാനാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ റോഡെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എപ്പോഴും ഈ ആര്യങ്കാവ് ചുരവുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങോട്ട് കേരളത്തിൽ കിടക്കുന്ന ആ സ്ഥലത്ത് എപ്പോഴും അപകടങ്ങൾ പതിവാണ്. ഇവിടെയെല്ലാം ഈ രാത്രിയെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും നിന്ന് ട്രാക്കിൻ്റെ പ്രവർത്തനം ഒക്കെ നിന്ന് ചുക്കാപ്പി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇത് ചിലപ്പോൾ ഉറക്കം വന്നിട്ട് ഏതെങ്കിലും നിയന്ത്രണം വിട്ട് ഇടിച്ചതാകാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ലോഡുമായി വന്ന വലിയൊരു ലോറിയാണ് ഈ പറയുന്ന ബസ്സിലേക്ക് തമിഴ്നാട് സ്വാമിമാർ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സിലേക്ക് ഇടിച്ച് ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായത്. അന്ന അതെ രാജ്കുമാർ, എല്ലാവരും തമിഴ്നാട് സ്വദേശികളാണോ? ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളവരുടെയൊക്കെ ഒരു സ്ഥിതി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായും ശബരിമല സീസണാണ്, രാത്രിയിലാണെങ്കിലും അവിടെ തിരക്കുള്ള സമയമാണ്. മാത്രമല്ല ആര്യങ്കാവ് എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ തൊട്ടടുത്ത് ആര്യങ്കാവ് പോലീസ്, അങ്ങനെ എല്ലാവരുടെയും ഒരു സന്നദ്ധ പ്രവർത്തനം സ്വാഭാവികമായും ആളുകളുടെ പരമാവധി അപകടം ഒഴിവാക്കാൻ, ഗുരുതരമായ ഒരു അപകടം ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആശുപത്രിയിലുള്ളവരുടെ നില എങ്ങനെയാണ്? അത് ആശുപത്രിയിൽ നിന്ന് ഉള്ള വിവരം കൂടെ പങ്കുവയ്ക്കൂ.
ആശുപത്രിയിൽ 21 പേർ, പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ 21 പേരാണുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്നാണ് ആ ഹോസ്പിറ്റൽ തന്നെ വിളിക്കപ്പെടുന്നത്. അത്ര നല്ല ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രി കൂടിയാണ് പൊല്ലൂരിലെ താലൂക്ക് ആശുപത്രി. അവിടെ 21 പേർ ചികിത്സയിലുണ്ട്. ഇവരുടെ ബന്ധുക്കളെല്ലാം സേലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള പോലീസുമായി നിരന്തരം അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേർക്ക് പരിക്ക് ഗുരുതരമാണ്. ആ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. നിലവിൽ മറ്റുള്ളവർക്കെല്ലാം ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. വീഴ്ചയിൽ പലർക്കും മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി അത് ഈ അവരുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്, അവർ വഴിയുള്ള കൗൺസിലിങ്ങും മറ്റും കൊടുക്കും. ഇതൊരു കുട്ടി, ഒരു മാളികപ്പുറം ഉണ്ടായിരുന്നു, ഒരു കൊച്ചു കുട്ടി, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്കും ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. നിലവിൽ മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യം നല്ല തൃപ്തികരം എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസുകളും പോലീസും ഫയർഫോഴ്സും ഒക്കെ പറന്നെത്തി. നാട്ടുകാരുടെയൊക്കെ ശ്രമഫലമായി ഈ 30 അടി താഴ്ചയിൽ നിന്ന് വളരെ സാഹസികമായി തന്നെ ഇവരെ എല്ലാം മുകളിലേക്ക് എത്തിക്കുകയും ഇവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു. അത് ഏതാണ്ട് ഒരു 4 മണിക്ക് 4:05 ഈ സംഭവം നടക്കുന്നു. 4:10 തന്നെ ഈ താഴേക്ക് ആളുകൾ ഇറങ്ങിച്ചെന്ന് മുഴുവനും ആളുകളെ മുകളിലേക്ക് കയറ്റുന്നതിനും 5:30 5:35 5:45 തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഒരു മരണനിരക്ക് ഒരുപക്ഷെ കുറയാൻ ഇടയാക്കി എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, കരുതുന്നത്. അതെ രാജ്കുമാർ, അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു അപകടം രാത്രിയിൽ സംഭവിക്കുമ്പോൾ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. എങ്കിൽ കൂടെയും രാത്രി സമയത്ത് ഇങ്ങനൊരു അപകടം സംഭവിക്കുമ്പോൾ ഉള്ള പ്രതിസന്ധികൾ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കേണ്ടതാണ്. പക്ഷേ ശബരിമല സീസണാണ്, അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വെളിച്ചം ഉള്ളതാണ്. ആര്യങ്കാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, തൊട്ടടുത്തൊക്കെ കൂടുതലും വനമേഖലകളാണ്. എന്നിട്ട് കൂടി കുളത്തുപുഴ, ആര്യങ്കാവ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നതും തൊട്ടടുത്ത നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടി അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും സമാധാനകരമായ ഒരു സംഗതി. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടങ്ങൾ, റോഡ് നിരത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി സംഭവങ്ങൾ ആണ് അധികവും. രാത്രി യാത്രക്കിടയിലുണ്ടായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ അടിയന്തരമായി നമ്മുടെയൊക്കെ ശ്രദ്ധ, നമ്മളെല്ലാവരും ആ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ആ തരത്തിലുള്ളൊരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയോടുകൂടി നമ്മൾ ഈ ദിവസം തുടങ്ങുകയാണ്. ഇനി 3 പേരാണ് അതീവ ഗുരുതരമായ സ്ഥിതി അവർക്കുണ്ട്. അതിൽ അവരുടെ നില മെച്ചപ്പെടുന്നു എന്ന ആശ്വാസകരമായ വാർത്തയിലേക്ക് അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ എത്തട്ടെ എന്നാണ് കരുതുന്നത്. അതിലൊരു പെൺകുട്ടി കൂടിയുണ്ട്. കുട്ടിയും അപകടത്തിൽ പെട്ടിരുന്നു. പക്ഷേ നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. രാവിലെ വെളുപ്പിനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ചരക്ക് ലോറിയും തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവും ബസ്സും കൂട്ടിയിടിച്ച് അതിൻ്റെ ആ ഒരു ഫോഴ്സിൽ വാഹനം താഴ്ചയിലേക്ക് മറിയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഈ മരിച്ച ആൾ സേലം സ്വദേശിയാണ് എന്നാണ് പ്രാഥമികമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവുമാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ള ആളുകളെ പെട്ടെന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന സമാധാനപരമായ ഒരു ആശ്വാസകരമായ ഒരു സംഗതി അതിൽ നിലനിൽക്കുന്നുണ്ട്. രാജ്കുമാറാണ് നമുക്ക് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പമണിക്കൂറുകളിൽ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരാനിരിക്കുന്നുണ്ട്.